സുപ്രസിദ്ധ നാടക അഭിനേതാക്കളായിരുന്ന ഒ മാധവനും വിജയകുമാരിയും ചേർന്ന് നയിച്ചു വന്ന ദാമ്പത്യ ജീവിതത്തിന്റെ അവക്ഷിപ്തവും നടനത്തൊഴിലാളിയും നിയമസഭാംഗവും രൊക്കം 2ഓളം സ്ത്രീകളുടെ ഭർതൃപദവി ഔദ്യോഗികമായി അലങ്കരിച്ചവനുമായിട്ടുള്ള ശ്രീ മുകേഷ് ഒരിക്കൽ ചോദിച്ചു, ബട്ട് വൈ? സാക്ഷാൽ സൽമാൻ ഖാൻ കൃഷ്ണമൃഗത്തെ എന്ന പോലെ നമ്മുടെ സംസ്ഥാന സർക്കാർ വിശ്രമമില്ലാതെ ശ്രീ ഷാജൻ സ്കറിയെ വേട്ടയാടുന്നത് കണ്ടപ്പോൾ അതേ ചോദ്യം പലതവണ ഈ പോങ്ങൻ സ്വയം ചോദിച്ചു, ബട്ട് വൈ? ഇപ്പോൾ അതിനെനിക്ക് ഉത്തരമുണ്ട്. അതാണ് പോങ്ങൻ എന്ന് പറയുന്നത്. കാര്യം ഈ പോങ്ങന് കൂടുതൽ ദൃശ്യത നൽകിയ വ്യക്തിയാണ് ഷാജൻ സാർ എന്ന് കരുതി പറയാനുള്ളത് പറയാൻ അതെനിക്കൊരു തടസ്സമല്ല. കേൾക്കുമ്പോൾ ഒരുപക്ഷെ പാല് കൊടുത്ത കൈക്ക് തന്നെ പോങ്ങൻ കൊത്തിയല്ലോ എന്ന് പലർക്കും തോന്നാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഞാനൊരു നന്ദി കെട്ടവനാണ്. എന്നെ അടുത്തറിയാവുന്നവർക്കൊക്കെ അറിയാവുന്നൊരു സത്യമാണത്. ആ സത്യത്തെ മുൻനിർത്തി പറയാം, പാല് തന്ന കൈക്ക് കൊത്തുന്നത് എന്റെ വിനോദം മാത്രമല്ല, അതെന്റെ ജന്മവാസന തന്നെയാണ്. പോങ്ങന്റെ സഹജത. അതിനെ അടക്കാൻ കേവലം കൃതജ്ഞതയ്ക്കോ കടപ്പാടിനോ ഒന്നും കഴിയില്ല. ഭയത്തിനോ ഭീഷണിക്കോ പോലും എന്നെ നന്ദിയുള്ളവനാക്കാൻ സാധിക്കുകയുമില്ല. അതുകൊണ്ട് പറയുകയാണ്, Sky 11 അപ്രത്യക്ഷമായിരിക്കുന്നു. Sky 11 വിശദാംശങ്ങൾ പുറത്തു വന്നതോടെ ആകപ്പാട് ഓടി നടന്നുള്ള തിരുത്തലുകൾ. പക്ഷേ തിരുത്തുന്നതിന് മുൻപ് ഇവയെല്ലാം ശേഖരിച്ച് വേണ്ടതുപോലെ ഓതന്റിക്കേറ്റ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് ഇവർ മനസ്സിലാക്കാത്തതാണോ അതോ മനസ്സിലാക്കിയിട്ടും മനസ്സിലാക്കാതെ നടിക്കുന്നതാണോ എന്ന് വ്യക്തമല്ല. പരമസാധുവായ ആ യുവ സംരംഭകയോട് ഷാജൻ സ്കറിയ ചെയ്യുന്നത് കടുത്ത അന്യായമാണ്, തീർത്തും അനീതിയാണ്. എന്താണ് ആ കള്ളക്കുട്ടി ചെയ്ത അപരാധം? പെറ്റ തള്ളയുടെ പെൻഷൻ തുകയുമായി ബാംഗ്ലൂരിൽ ചെന്ന് ആ യുവ സംരംഭക ഒരു തസ്കരശാലയ്ക്ക് തറക്കല്ലിട്ടു. എന്നിട്ടോ സകലരും കൂടി അതിന്റെ അടിത്തറ തന്നെ മാന്തി കൊടുത്തു. എന്നിട്ട് നിങ്ങൾക്കൊക്കെ അടക്കം കിട്ടിയോ? കരിമണൽ കോരി ജീവിക്കുന്ന ഒരു കർത്താവ് മാസം തെറ്റാതെ കൊടുക്കുന്ന തുക കൊണ്ടാണ് ആ യുവ തസ്കരാങ്കന് സ്വന്തം മാസമുറ കൈകാര്യം ചെയ്യാനുള്ള സാനിറ്ററി പാഡ് പോലും വാങ്ങിയിരുന്നത്. മാസം മുറിയാതെ പണം കൊടുക്കാൻ ആ കർത്താവിന് എന്ത് സേവനമാണ് സംരംഭക ശ്രേഷ്ഠയായിട്ടുള്ള ആ തസ്കരോത്തമ ചെയ്തു കൊടുത്തതെന്ന് മറുനാടൻ വരെ ചോദിച്ചു കളഞ്ഞു. ഇല്ലേ? ആ ചോദ്യം ചോദിച്ചിട്ട് ഷാജൻ സ്കറിയ അർദ്ധഗർഭമായി ഒരു ചിരി ചിരിച്ചു. ആ ചിരി പോങ്ങന്റെ കണ്ണുകളിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ മുതൽ, ആ ചിരി കണ്ടതു മുതൽ കർത്താവിന് നമ്മുടെ യുവ തസ്കരാങ്കന് ചെയ്തു കൊടുത്ത സേവനങ്ങൾ എണ്ണി എണ്ണി പറയാൻ പോങ്ങന്റെ നാവ് തരിച്ചതാണ്. ഇപ്പോൾ ആ തരിപ്പടക്കാനുള്ള നേരം വന്നിരിക്കുന്നു. പോങ്ങൻ പറയാം, ആ യുവ സംരംഭക കർത്താവിന് ചെയ്തു കൊടുത്ത സേവനം എന്താണെന്ന് ഈ പോങ്ങൻ പറയാം. അങ്ങ് അമേരിക്കയിൽ അതിവിദഗ്ധനായിട്ടുള്ള ഒരു കൊല്ലപ്പണിക്കാരനുണ്ടായിരുന്നു. ഈ ബിൽ ഗേറ്റ്സ് എന്നോ മറ്റോ ആണ് അയാളുടെ പേര്. ആ മനുഷ്യൻ സ്വന്തം ആലയിൽ പണിതെടുത്ത 3 ഉപകരണങ്ങളാണ് എക്സൽ, വേഡ്, പവർ പോയിന്റ് എന്നിവ. അതാണ് നമ്മുടെ ഈ കർത്താവിന്റെ പണിയായുധങ്ങൾ. എന്നും അതിരാവിലെ കർത്താവ് കടൽ തീരത്തെത്തും. പവർ പോയിന്റ് കൊണ്ട് അയാൾ നല്ല ആഴത്തിൽ തീരം കുഴിക്കും. പിന്നെ എക്സൽ കൊണ്ട് മണൽ കോരിക്കൂട്ടും. ശേഷം വെട്ടിക്കോരി വേടിലിട്ട് ആ മണലെല്ലാം അയാൾ സ്വയം അരിച്ചെടുക്കും. സന്ധ്യയാകുന്നതോടെ കിട്ടിയ കരിമണലെല്ലാം ചാക്കിലാക്കും. അതിനുശേഷം ആ ചാക്ക് കെട്ടും തലയിൽ ചുമന്നുകൊണ്ട് കരിമണൽ വിൽക്കാനായി കർത്താവ് ചന്തയിലേക്ക് അങ്ങ് പോകും. പറ്റിപ്പിടിച്ചിരിക്കുന്ന മണ്ണും കരിമണലുമൊക്കെ തൂത്തുകളഞ്ഞ് കർത്താവിന്റെ ഉപകരണങ്ങൾ 3ഉം യുവതി വൃത്തിയാക്കുന്നത് ആ നേരത്താണ്. പറഞ്ഞു വന്നത് ഇതാണ്, അതായത് കരിമണൽ വിൽക്കാനായി കർത്താവ് ചന്തയിലേക്ക് പോകുമ്പോൾ അയാളുടെ എക്സലും വേഡും പവർ പോയിന്റും ഒക്കെ കഴുകി കമഴ്ത്തുന്നതിനുള്ള കൂലിയാണ് സേവന ഇനത്തിൽ മാസമുറ തെറ്റാതെ യുവതിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായോ എന്തായിരുന്നു യുവതി കർത്താവിന് നൽകിയ സേവനമെന്ന്? എന്തായാലും യുവതിയുടെ ആ മാസമുറ തെറ്റുന്നതിനും ഒരു പ്രധാന പങ്ക് വഹിച്ചത് ഷാജൻ സ്കറിയ തന്നെയാണ്, അല്ലേ? മാത്യു കുഴൽനാടന്റെ പങ്ക് വിസ്മരിച്ചുകൊണ്ടല്ല പോങ്ങരുത് പറയുന്നത്. കുഴൽനാടന്റെ ഉപദ്രവം മുഖ്യമായും നിയമസഭയിൽ ഒതുങ്ങുമായിരുന്നു. നമ്മുടെ ഷെയിംസീറൻ ഒന്ന് ഇരുത്തി തുപ്പൽ കുത്തിയാൽ ഈ കുഴൽനാടന്റെ ഉപദ്രവത്തെ തൽക്കാലം അടക്കാനും പറ്റും. കുഴൽനാടന് നാവെടുത്തൊന്ന് സ്പീക്കണമെങ്കിൽ ഷെയിംസീറിന്റെ ആസനം എന്ന് വെച്ചാൽ ആസനമിരിക്കുന്ന പദവി അത് കനിയണം. അതാണല്ലോ ചട്ടം. ഇനിയിപ്പോ പത്രസമ്മേളനം വിളിച്ചുകൂട്ടി കുഴൽനാടൻ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അത് കാര്യമായി യേശുകയുമില്ല. കാരണം ഈ നാട്ടിൽ അധികവുമുള്ളത് അടിമക്കണ്ണരും പ്രബുദ്ധരുമാണല്ലോ. അവർ എന്ത് വിശ്വസിക്കണം എന്ന് തീരുമാനിക്കുന്നത് ദേശാഭിമാനിയുടെ മഷിയും ജയരാജന്റെ ഗുളികകളുമൊക്കെയാണ്. മാത്രവുമല്ല, 4ാം തൂണിൽ കെട്ടിയിട്ടിരിക്കുന്നവരിൽ മഹാഭൂരിപക്ഷവും മരമന്നന്റെ എച്ചിലും തീട്ടവും തിന്ന് ജീവിക്കുന്ന ഇരുകാലി നായകളുമാണ്. സ്വാഭാവികമായും ഉപദ്രവമാകുന്ന മട്ടിൽ അവറ്റകൾ പെരുമാറുകയുമില്ല. എന്നാൽ അങ്ങനെ വല്ലതുമാണോ ഷാജൻ സ്കറിയയുടെ കാര്യം? ഈ മറുനാടന്റെ സംസ്ഥാന തലസ്ഥാനത്തെ ഓഫീസ് പോലീസിനെ കൊണ്ട് കൊള്ളയടിപ്പിച്ച് യന്ത്രങ്ങൾ പിടിച്ചെടുത്താൽ ഷാജൻ സ്കറിയ വിമാനം പിടിച്ച് ബ്രിട്ടന്റെ തലസ്ഥാനത്തേക്ക് അങ്ങ് പറക്കും. പിന്നെ ലണ്ടനിലിരുന്ന് ആ പെൺകുഞ്ഞിന്റെ തസ്കര സംരംഭത്തെ തച്ചുടയ്ക്കും. ഇപ്പോൾ തന്നെ എന്താണ് സംഭവിച്ചത്? നമ്മുടെ മരമന്ന പത്നി പ്രസവിച്ച ആ പെൺകിടാവ് കാനഡയിൽ ചെന്ന് ചെറിയൊരു തട്ടിപ്പ് കട തുറന്നു. അതിന് ആകാശ 11 എന്ന രസ്യനൊരു പേരും കാച്ചി. ഷാജൻ സ്കറിയ നേരെ ലണ്ടനിൽ ചെന്നിരുന്ന് ആ ആകാശ 11 അള്ളു വെച്ചുകൊണ്ട് വീഡിയോ ചെയ്തു. ഞാൻ ആ വീഡിയോ അപ്പോൾ തന്നെ കണ്ടതാണ്. അദ്ദേഹം പറഞ്ഞ സൈറ്റുകളിലൊക്കെ ആ നേരം തന്നെ കയറി നോക്കുകയും ചെയ്തു. കാര്യം ഷാജൻ സ്കറിയ പറഞ്ഞതൊക്കെ പരമാർത്ഥമാണ്.
തീർത്തും അച്ചട്ട്. യുവ സംരംഭക കാനഡയിലും തസ്കരക്കട തുറന്നിരിക്കുന്നു. ഉന്നം തട്ടിപ്പും വെട്ടിപ്പും തന്നെ. അത് ഉറപ്പിക്കാൻ മറുനാടന്റെ വീഡിയോ മാത്രമല്ല, ആ വീഡിയോയോട് തസ്കരോത്തമ നടത്തിയ പ്രതികരണവും പോകനെ സഹായിച്ചു. മറുനാടൻ മലയാളി ആകാശ 11 കാര്യം പുറത്തുവിട്ട ഉടനെ തന്നെ, അല്ലെങ്കിൽ ആ വീഡിയോ പുറത്തു വന്ന ഉടനെ തന്നെ തസ്കരക്കുട്ടി പതിവ് പണി അമാന്തം കൂടാതെ നടത്തി കളഞ്ഞു. അതായത് ഭർത്താവിനെ മാറുന്നതിലും വേഗത്തിൽ വെബ്സൈറ്റുകളിലെ യഥാർത്ഥ വിവരങ്ങൾ മാറ്റിക്കളഞ്ഞു. അതാണ് സംഭവിച്ചത്. പിന്നെ ഷാജൻ സ്കറിയക്കെതിരെ 16,008 കേസും എടുപ്പിച്ചു. നേരെ ചൊവ്വേ നടക്കുന്ന ഒന്നായിരുന്നുവെങ്കിൽ ഒരു തിരുത്തലും നടത്തേണ്ട ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ, അല്ലെ? യാതൊരു തിരുത്തലിനും നിൽക്കാത്ത സധൈര്യം മറുനാടനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമായിരുന്നു. അതായിരുന്നു വേണ്ടിയിരുന്നത്. എന്നാൽ അതല്ല ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. വെബ്സൈറ്റുകളിൽ വേണ്ട വിധത്തിലുള്ള തിരുത്തലുകൾ വരുത്തി. പിന്നെ ഷാജൻ സ്കറിയക്കെതിരെ കേസും എടുത്തു. അതിൽ കുറ്റമില്ല. ആൾക്കത് തന്നെ വരണം. തീർച്ചയായും ഈ കേസും പൊല്ലാപ്പുകളും ഒക്കെ ആ മനുഷ്യൻ അർഹിക്കുന്നുണ്ട്. കാരണം സാധാരണക്കാരായ ആരെങ്കിലും ആയിരുന്നുവെങ്കിൽ ഒറ്റ കേസിന്റെ ആവശ്യം പോലും വേണ്ട. മൃദുവായ ഒരു ഭീഷണി മതി. വാലാട്ടി പട്ടിയെ പോലെ മനമന്നന്റെ എച്ചിലി തീറ്റി ആരംഭിക്കാൻ അത് മതി. എന്നാൽ ഇതിപ്പോ എത്രാമത്തെ കേസാണ്? എന്തെങ്കിലും ഒരു കുലുക്കം ആൾക്കുണ്ടോ? ഈ ഷാജൻ സ്കറിയക്കെതിരെ കേസില്ലാത്ത ഏത് പോലീസ് സ്റ്റേഷനാണ് നിലവിൽ സംസ്ഥാനത്തുള്ളത്? ആർക്കെങ്കിലും അറിയാമോ? എന്റെ അറിവിൽ ഒരേ ഒരു സ്റ്റേഷൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ ജോർജ് കുട്ടിയില്ലേ, അങ്ങനെ ആ വരുൺ പ്രഭാകരനെ കുഴിച്ചിട്ട സ്റ്റേഷൻ. ഒരുപക്ഷെ അവിടെ മാത്രമാവും ഷാജൻ സ്കറിയക്കെതിരെ കേസില്ലാത്തത്. എന്നിട്ടും എന്തെങ്കിലും പാഠം പഠിച്ചോ ഈ ഷാജൻ സ്കറിയ? ഇല്ല. എന്ന് മാത്രമല്ല, അഹങ്കാരം വല്ലാതെ കണ്ട് കൂടുകയും ചെയ്തു. കേരളത്തിന്റെ തലസ്ഥാനത്ത് മാത്രമല്ല, അങ്ങ് ബ്രിട്ടന്റെ തലസ്ഥാനത്ത് വരെ ചെന്നിരുന്ന് തസ്കരപുത്രിയുടെ പള്ളിക്കഞ്ഞിയിൽ പാറ്റയിടാൻ തുടങ്ങി. അത്രയ്ക്കങ്ങ് ഉപദ്രവിക്കാമോ? ആ യുവ സംരംഭക എന്ത് തെറ്റ് ചെയ്തു? ആ തസ്കരാംഗന എന്ത് അപരാധം ചെയ്തു? ഇല്ല. ഇക്കാര്യത്തിൽ പോങ്ങൻ ഒരിക്കലും ഷാജൻ സ്കറിയയെ അല്പം പോലും പിന്തുണയ്ക്കുകയില്ല. കാരണമുണ്ട്. നമ്മുടെ മമ്മൂട്ടിയുടെ മകൻ അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്ന് ഒരു നടനായി. മോഹൻലാലിന്റെ മകനും തക്കം കിട്ടുന്ന മുറയ്ക്ക് അഭിനയിക്കാനുള്ള ധൈര്യം കാണിക്കുന്നുണ്ട്. സുരേഷ് ഗോപിയുടെയും ജയറാമിന്റെയും ഹരിശ്രീ അശോകന്റെയും സലീം കുമാറിന്റെയും ഒക്കെ മക്കൾ സിനിമയിൽ വന്നു, ഇല്ലേ? നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസിന്റെ മകനും വളർന്നു വന്ന് പാട്ടിലായി. അതേപോലെ മാണി സാറിന്റെയും പിള്ള സാറിന്റെയും പിള്ള സാറല്ലല്ലോ, അല്ലെ? എന്റെ പ്രബുദ്ധ ജനസമൂഹമേ, നിങ്ങൾ ഈ പോങ്ങനോട് ക്ഷമിക്കൂ. പോങ്ങൻ തിരുത്തി പറയാം. മാണി സാറിന്റെയും മാടമ്പിപ്പിള്ളയുടെയും മക്കളും രാഷ്ട്രീയത്തിലാണ് ജീവിതം നിക്ഷേപിച്ചിരിക്കുന്നത്, അല്ലെ? അങ്ങനെ എത്രയോ മക്കൾ പിതാക്കന്മാരുടെ പാത പിന്തുടരുന്നു. നെപ്പോട്ടിസം എന്നൊക്കെ വിളിച്ച് വിമർശിക്കാമെങ്കിലും മക്കൾ അവരുടെ മാതാപിതാക്കളെ പോലെ ആകാനോ അല്ലെങ്കിൽ അവരെക്കാൾ ഉയരത്തിൽ വളരാനോ ആഗ്രഹിക്കുന്നത് തെറ്റാണോ? അവരുടെ പാത പിന്തുടരുന്നത് മോശപ്പെട്ടൊരു കാര്യമാണോ? അല്ല. പോങ്ങന്റെ അറിവിൽ പിതാവിനോളം ഉയരത്തിലെത്താൻ ആഗ്രഹിക്കാത്ത ഒരേ ഒരു മകനേ ഉള്ളൂ. കൊടും ഘോരനായ ഒരു പൊതുജന സേവന വ്യവസായിയാണ് ആ മകനിന്ന്. കളവ് മുതലിലേക്ക് വെളിച്ചം വീഴുമെന്ന് തോന്നുന്ന നിമിഷമൊക്കെ പ്രസ്തുത പൊതുപ്രവർത്തകൻ പിതാവിനെയും ആളുടെ തൊഴിലിനെയും കൂട്ടുപിടിക്കുമായിരുന്നു. ഞാൻ ചെത്തുകാരന്റെ മകനാണേന്ന ഒറ്റ നിലവിളിയിൽ തൊണ്ടിയിൽ വെളിച്ചം വീഴാതെ നോക്കാൻ ആ പൊതുപ്രവർത്തകന് സാധിക്കും. സ്വന്തം കൊള്ളരുതായ്മകൾക്ക് സംരക്ഷണം തീർക്കാനായി പിതാവിന്റെ തൊഴിലിനെ ആശ്രയിക്കുന്ന ആ മനുഷ്യൻ പക്ഷേ പിതാവിന്റെ തൊഴിൽ ഉപജീവനത്തിനായി തിരഞ്ഞെടുത്തില്ല. ഒരുപക്ഷെ പിതാവിനോളം ഉയരത്തിൽ വളരാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാവാം അത്. കാര്യം എന്തു തന്നെ ആയാലും ചെത്തിനു പകരം പൊതുപ്രവർത്തനമാണ് അയാൾ ഉപജീവനത്തിനായി സ്വീകരിച്ചത്. എല്ലാ മക്കളും അങ്ങനെ ആവണമെന്നില്ല. പിതാവിന്റെ പാതയിലൂടെ സഞ്ചരിക്കാനും പിതാവിനേക്കാൾ വളരാനുമാവും മിക്ക കുട്ടികളുടെയും ശ്രമം. നമ്മുടെ കഥാനായികയായിട്ടുള്ള ഈ യുവ തസ്കരാസക്തയും പിതാവിനെ പോലെ ആവാനാണ് ശ്രമിക്കുന്നത്. അതെങ്ങനെ തെറ്റാവും? അവളൊരു തസ്കര ചക്രവർത്തിയുടെ മകളാണ്. അക്കാര്യം ഷാജൻ സ്കറിയ തീർച്ചയായും മറക്കരുത്. ഓർമ്മ വെച്ച കാലം മുതൽ കുളിച്ചു കുട്ടപ്പനായി മുടിയിൽ ബ്രിൽക്രീമും പുരട്ടി ലിംഗത്തിന് ലംബമായി കരവരുന്ന നിലയിൽ മുണ്ടെടുത്ത് രാവിലെ തന്നെ നാട് കൊള്ളയടിക്കാൻ ഉന്നമിട്ടിറങ്ങുന്ന പിതാവിനെ കണ്ടു വളർന്ന മകളാണവൾ. കള്ളിയല്ലാതെ പിന്നെ ആ മകൾ കളക്ടറാണോ ആകേണ്ടത്? അങ്ങനെ ആഗ്രഹിച്ചാൽ തന്നെ അമ്മയുടെ പെൻഷൻ പണം കൊണ്ട് സമ്പാദിക്കാൻ കഴിയുന്ന ഒന്നാണോ ഈ കളക്ടർ ഉദ്യോഗം? ആണോ? അതുകൊണ്ടാണ് പോകൻ പറയുന്നത്, തിരുവനന്തപുരത്തും ലണ്ടനിലും ആവശ്യമെങ്കിൽ കണ്ട കുറ്റിക്കാട്ടിലും വരെ ഇരുന്ന് ഒരു സൈക്കോയെ പോലെ ആ യുവ തസ്കര സംരംഭകയെ ഇങ്ങനെ തറപ്പറ്റിക്കുന്ന ഷാജൻ സ്കറിയ സാധുവായൊരു പേടമാനല്ല, അപകടകാരിയായിട്ടുള്ള ഒരു ഹിംസ്ര മൃഗമാണ് ഷാജൻ സ്കറിയ. ബട്ട് വൈ? അതിനുള്ള ഉത്തരമായില്ലേ? വെറുതെ വിട്ടാൽ കടിച്ചു കുടയും, കുലം തന്നെ മുടിച്ച് ചരിത്രമാക്കും. അത് വളരെ നന്നായി അറിയുന്നത് കൊണ്ടാണ് ആ തസ്കര സംഘം ഷാജൻ വേട്ടയ്ക്കായി ഇറങ്ങിയത്. സത്യം പറഞ്ഞാൽ അർഹതയ്ക്കുള്ള അംഗീകാരമാണ് ഷാജൻ സ്കറിയയ്ക്ക് നേരെയുള്ള ഈ വേട്ടയാടൽ, അല്ലേ? തോങ്ങനത് പറയാൻ യാതൊരു മടിയുമില്ല. മമ്മൂട്ടിയുടെ മകന് നടന രംഗത്തെ യുവതാരമാകാമെങ്കിൽ മരമന്നന്റെ മകൾക്ക് മോഷണ രംഗത്തെ തസ്കര താരമാകാനും അവകാശമുണ്ട്. ശ്രീ ഷാജൻ സ്കറിയ അത് മനസ്സിലാക്കണം, അത് മനസ്സിൽ വെക്കുകയും വേണം. ആ തസ്കരകുമാരിയുടെ തട്ടിപ്പുശാലകളെ തച്ചു തകർക്കാൻ താങ്കൾ ഇനിയും കാരണമാകരുത്. ലോകം മുഴുവൻ പടർന്നു പന്തലിക്കുന്ന ഒരു മഹാ കൊള്ള സംഘത്തിന്റെ തലപ്പത്ത് ആ കൊള്ളക്കുട്ടി, ആ നവമലയാളിക്കുട്ടി മതിച്ചു വാഴട്ടെ.
പിതാവിന്റെ മോഷണശേഷിയെ നിഷ്പ്രഭമാക്കുന്ന തസ്കര പ്രഭാവം പ്രകടിപ്പിക്കാൻ അവൾക്ക് സാധിക്കട്ടെ. അഴിക്കകത്തന്തി ഉറങ്ങേണ്ടവളല്ല അവൾ. പകരം കണവനായ അവളുടെ സ്വന്തം വാനരനേത്രന്റെ ശുഷ്കമാറിൽ കമഴ്ന്നു കിടന്ന് ഇക്ക ഇന്ന് ഏത് ബീച്ചിലാണ് പൊങ്ങുംപാലമിടാൻ പോകുന്നതെന്ന് ചിണുങ്ങിക്കൊണ്ട് നിത്യവും വളരെ സംതൃപ്തിയോടെ വലിയ ഒരു ആഗോള കൊള്ളസംഘത്തിന്റെ അധിപയായി ജീവിതം തുടങ്ങേണ്ട രസ്യനൊരു തസ്കര ശ്രേഷ്ഠയാണവൾ. പിന്നെ ഈ തിരകൾക്ക് മുകളിലൂടെ ആളുകൾക്ക് നടക്കാനുള്ള പൊങ്ങും പാലം കടലിൽ ഇടുന്ന ഇടപാടാണ് തസ്കരാങ്കരയുടെ 2ാം നമ്പർ കണവന്. ആൾക്കിവിടെ യാതൊരു പ്രാധാന്യവുമില്ല, പ്രസക്തിയുമില്ല, ചുമ്മാ പറഞ്ഞെന്നേ ഉള്ളൂ. എന്തായാലും ആ വാനര നേത്രന്റെ മാറിൽ നിന്നും നിത്യവും ഉണർന്ന് ഉയരേണ്ടവളാണ് നമ്മുടെ കള്ളിക്കുട്ടി. അതിനുള്ള അവസരം ദയവായി ശ്രീ ഷാജൻ സ്കറിയ നിഷേധിക്കരുത്. അവളുടെ തസ്കര കൂമ്പ് അറുക്കരുത്. അത്രമാത്രം. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ സംസാരം പോകാൻ അവസാനിപ്പിക്കാം. നമ്മുടെ നാട്ടിലെ പ്രബുദ്ധ ജനതയുടെ ഭാഗത്തു നിന്ന് സംസാരിച്ചത് കൊണ്ടാണ് ഷാജൻ സ്കറിയെ വിമർശന ബുദ്ധിയോടുകൂടി പോകാൻ സമീപിച്ചത്. എന്നാൽ നവകേരളത്തിന്റെ സാമൂഹ്യവും സാംസ്കാരികവും രാഷ്ട്രീയവുമായിട്ടുള്ള മൂല്യങ്ങൾക്ക് ഒട്ടും ചേരാത്ത ചതുർഗുണങ്ങളാണല്ലോ ഈ നീതി, ന്യായം, ധർമ്മം, സത്യം എന്നിവയൊക്കെ. ആ ചതുർഗുണങ്ങളെ മാനിച്ചുകൊണ്ട് പറഞ്ഞാൽ ശ്രീ ഷാജൻ സ്കറിയ ചെയ്യുന്ന കർമ്മങ്ങളുടെ മൂല്യം മനസ്സിലാക്കാനുള്ള ത്രാണി നമ്മുടെ നവകേരളത്തിന് കണ്ടേക്കില്ല. എന്നാലും പ്രതിപക്ഷരഹിതമായ ഈ സംസ്ഥാനത്തിൽ താങ്കളെ പോലൊരു മനുഷ്യന്റെ സാന്നിധ്യം കൂടി ഇല്ലായിരുന്നുവെങ്കിൽ ഈ നാടിന്റെ സാംസ്കാരിക അധപ്പതനം എത്രത്തോളം തികപൊത്തതാകുമായിരുന്നു എന്ന് മാത്രം പോകാൻ പറയുന്നു. ഷാജൻ സ്കറിയയ്ക്കെതിരെ പോലീസ് എടുക്കുന്ന ഓരോ കേസും നവകേരളത്തിന്റെ രാഷ്ട്രീയ ശരീരത്തിൽ വീഴുന്ന ഓരോ മുറിവുകളാണ്. നിശബ്ദരായി, തീർത്തും നിശബ്ദരായി ഇതെല്ലാം നോക്കിക്കാണുന്ന ഒരു വലിയ ജനസമൂഹം ഇവിടെയുണ്ട്. ഇതിനെല്ലാം പകരം ചോദിക്കാൻ പോകുന്നത് അവരായിരിക്കും. നല്ലതേ വരൂ, അല്ലെങ്കിൽ നല്ലതേ വരാവൂ. ഒന്നോർക്കണം, മണിക്കൂറിൽ 10,000-ഓളം കാഴ്ചകൾ മാത്രമായിരുന്നു അങ്ങയുടെ വീഡിയോകൾക്ക് നേരത്തെ ഉണ്ടായിരുന്നതെങ്കിൽ മരമന്നന്റെ തസ്കര സംഘം ഷാജൻ വേട്ട ആരംഭിച്ചതോടെ ഇന്ന് 1 മണിക്കൂറിൽ ഏതാണ്ട് 50,000-ഓളം ആളുകളുടെ കാഴ്ചയ്ക്ക് പാത്രമാകാൻ അങ്ങേക്ക് കഴിയുന്നുണ്ട്. സത്യം മറുനാടനൊപ്പമാണെന്നും നീതി ദേവത താങ്കൾക്കൊപ്പം കൂടിയിരിക്കുകയാണെന്നും ഇന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു. വാസ്തവത്തിൽ ഇതൊക്കെയാണ് പോങ്ങനെ പോലുള്ള മനുഷ്യരുടെ ഏക ആശ്വാസം. സന്തോഷം, നന്മകൾ. പിന്നെ പോങ്ങന്റെ പതിവ് കാഴ്ചക്കാരോട് ഒരു കാര്യം പറയാം കേട്ടോ. മറ്റേ 37 പേരുടെ വീഡിയോ ഇല്ലേ, അതിന്റെ ബാക്കി അടുത്തതായി തട്ടും. അത് മറന്നുവെന്ന് ആരും കരുതണ്ട. നിങ്ങളെ ചുമ്മാതങ്ങ് രക്ഷപ്പെടാൻ ഈ പോങ്ങൻ വിടുമെന്ന് കൂട്ടുകയും വേണ്ട. അവസാനിച്ചു.